വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ. സോ നമ്മൾ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. അത് കുറച്ച് തിരക്കിൽ പെട്ടു. പിന്നെ ഇവൾക്ക് എക്സാം അല്ല സ്കൂൾസും പിന്നെ ഡാൻസ് പ്രാക്ടീസും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ ഇല്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പേൾ ഖത്തറിൽ പോവാണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ. നമ്മൾ പേൾ ഖത്തറിലാണ് പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ്. ഇപ്പൊ ഇവിടെ ഇത്രയും മാസം ചൂടായിരുന്നു. തണുപ്പ് തുടങ്ങിയത് എപ്പോഴാണ്? 2 ദിവസം മുമ്പ്. ഇന്നലെ 28-ാം തീയതി. ഓക്കെ. അപ്പോ പിന്നെ ഖത്തറിൽ കുറെ ഫെസ്റ്റിവൽ ഇപ്പൊ നടക്കുന്നുണ്ട്. ക്യാമറ ശരിയാക്കി. ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. വിന്റർ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഫെസ്റ്റിവൽ ഇപ്പൊ നടക്കുന്നത്. വിന്റർ സീസൺ ആയതുകൊണ്ട് ഇപ്പൊ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നുണ്ട്. സോ അതിൻ്റെതായ കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് പേൾ ഖത്തറിലോട്ട് പോകുന്നത്. അപ്പം പിന്നെ ഇവിടുത്തെ ട്രെൻഡിങ് കേക്കായ സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്കും കൂടി ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പേൾ ഖത്തറിൽ കിട്ടുന്നുണ്ട്. അത് ലൊക്കേഷൻ ഇട്ടിട്ട് വേണം പോവാൻ, എവിടെയാണ് സ്ഥലം നോക്കിയിട്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഷോർട്ട് ആക്കി ഇടാം, അല്ലെങ്കിൽ ഇതിൽ വീഡിയോയിലൂടെ തന്നെ ഇടാം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് പോണ വഴിയിലൂടെ കാണാം. കോസ്റ്റ്യൂം ബാക്ക് ക്യാമറ ഉണ്ടതാ. ഇതാണ് ഗൈസ് എന്റെ കോസ്റ്റ്യൂം. ഇത് ലാസ്റ്റ് ഇയർ വാങ്ങിയ ഡ്രസ്സാണ്, പക്ഷെ ഞാൻ ഇന്നാണ് ഇടുന്നത് കേട്ടോ. പേൾ ഖത്തറിലേക്ക് കമ്പനി ഇടാണ്. എങ്ങനെയുണ്ട് ഗൈസ് എന്ന് പറയണം, കമന്റ് ചെയ്യൂ. സോ ഇതാണ് എന്റെ കോസ്റ്റ്യൂംസ്. സാധാരണ ഒരു ടോപ്പ്, ഒരു പാന്റ്. ദാറ്റ്സ് ഓൾ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ഫാമിലിയോടെ പോവാണ്. അനിയൻകുട്ടന്മാരും ഉണ്ട് കൂടെ. എവിടെ കാണിച്ചു കൊടുക്കുക, എവിടെ അമ്മ പോണ്? ഓക്കെ, ഇതാ റെഡിയാണ്, അവര് റെഡിയാണ്. വില്ലേജ് പേൾ ഖത്തർ. പേൾ ഖത്തറിൽ ഏത് മാളിലൊന്നും പോകണം തീരുമാനിച്ചിട്ടില്ല, പക്ഷെ അവിടെ ഓരോ ഫെസ്റ്റ് നടക്കണം. അടിപൊളി. നല്ല കാറ്റാണ്. എനിക്ക് ബ്ലൂ, ബ്ലാക്ക്. ഓക്കെ, അപ്പൊ പോകുന്ന വഴിയിൽ കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മളിപ്പോ ജീവാൻ എന്ന ഐലൻഡിൽ എത്തിയില്ലേ മനസ്സ? ലൈറ്റ്, വാവ്, ഫ്ലാഷ്. ഓക്കെ, ഗ്ലാസ്. വാവ്, നോക്ക റൈറ്റ് സൈഡ്. ലുസയിലും പേളും കൂടി മിക്സ്ഡ് ആയി തോന്നുന്നു. കുറെ ഐലൻഡ് ഉണ്ട്. നമ്മളിപ്പോ ജവാൻ ഐലൻഡിലാണ് പോകുന്നത്. അടിപൊളി. എന്ത് രസമാണ്. കൊറേ കാര്യങ്ങൾ പോലെ കുറെ ഓപ്പൺ ആവുന്നുണ്ട്. ബിൽഡിങ്സ് കൂടുതലാണ് വേൾഡ്. അടിപൊളി അല്ലേ? എന്ത് ലൈറ്റാ നോക്ക്. ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. നേരത്തെ പച്ച കാണിച്ചു, ബ്ലൂ. നമ്മള് 1 hour-ആയി മറ്റേ ഇതില് കാറിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ചൂട് പോലും എടുക്കുന്നില്ല. ബേസ്മെന്റ് എല്ലാം ഫുള്ളാണ്, പാർക്കിംഗ് ഇല്ല. ഇവരെടുക്കുന്നുണ്ടോ? നമ്മള് കളർ ചേഞ്ച്. അപ്പൊ നമ്മള് പേളിലെത്തി. ഇനിയിപ്പോ അങ്ങോട്ട് കുറച്ച് കറങ്ങാൻ പോവാണ്. യെസ്, കം ഓൺ. സ്റ്റാർട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നടന്നു കഴിഞ്ഞാൽ ഫുൾ കാണാനുള്ളതാണ്. കുറെ കാണാനുണ്ടെന്നാണ് അവര് പറഞ്ഞത്. പറഞ്ഞാലൊന്നും തീരില്ല, ഇത്രയും കാണാനുണ്ട്. യെസ്, കം ഓൺ. യെസ്, നല്ല കാറ്റുണ്ട്.
തണുപ്പ് ഇന്നലെ മുതലാണ് ക്രോസ് ചെയ്യാം അമ്മ പറഞ്ഞോ പിടിച്ചോ. ഹലോ, ഗുഡ് ഈവനിങ്. പിന്നെ ഞാന് ശരിക്കും പറഞ്ഞ ഖത്തറില് ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കുന്നത് ഇന്നലെ നവംബർ 20th സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി തന്നെ. ആക്ച്വലി ഞാൻ ദോഹയിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒക്ടോബർ മിഡിൽ ആയിട്ട് തന്നെ നല്ല തണുപ്പ് തുടങ്ങുന്ന സമയമാണ്. നമ്മൾ അതിന്റെ ഉള്ളിൽ എൻട്രൻസ് ചെയ്തു കേട്ടോ. ക്രിസ്റ്റലിന്റെ സംഭവങ്ങൾ അതൊക്കെ തവള അടിപൊളി ഉണ്ടല്ലേ, അടിപൊളി വെള്ളച്ചാട്ടങ്ങളുണ്ട്. വാവ്, ഇങ്ങോട്ട് വാച്ചല് വരുന്നുണ്ട്. ആന, വാവ്, അടിപൊളി. അങ്ങോട്ട് വാ. ഇപ്പൊ ഞങ്ങള് പേൽക്കത്തറിലാണ്. പേൽക്കത്തറല്ല, ജീവാൻ ഐലാൻഡ് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഇവിടെ ഇന്നലെ മുതൽക്കാണ് ക്ലൈമറ്റ് നല്ല ചേഞ്ച് ആയത് നവംബർ 20th ശേഷം. ആക്ച്വലി ഞാൻ MSൽ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് തന്നെ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് മുതലൊക്കെ ക്ലൈമറ്റ് ഒരുപാട് ചേഞ്ച് ആവേണ്ട സമയമായിരുന്നു. സോ ഒക്ടോബർ മുതലൊക്കെ നമ്മളൊക്കെ സ്വെറ്ററും ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പൊ ആക്ച്വലി ഇത് ഡിലേ ആണ്, മഴയില്ല, തണുപ്പില്ല, സ്നോ ഒന്നും കാണാനില്ല. ഇപ്പോഴാണ് ഇതിന് ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ഇപ്പൊ വരാൻ തുടങ്ങിയത്. ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. എന്നാലും ക്രിസ്റ്റൽസിന്റെ ഒക്കെ ഇപ്പൊ നിലത്ത് ഓരോന്നുണ്ട്. പിന്നെ ഇവിടെ വീഡിയോ ഒരുപാട് എടുക്കാൻ അലൗഡ് അല്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അടിപൊളി അതുണ്ടല്ലേ, അടിപൊളി ഗൈസ്, നല്ല തണുപ്പ്. ഞാൻ മെയിൻലി വെയിറ്റ് ചെയ്യുന്നത് റീൽസ് എടുക്കുക ഗൈസ്. ഞാൻ മെയിൻലി വെയിറ്റ് ചെയ്യുന്നത് സെന്റ് സെബാസ്റ്റ്യൻ കഴിക്കാൻ വേണ്ടിട്ടാണ്. ഒരു കുട്ടികളെ കളിക്കണം നമുക്ക്. നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ്റൂം പോയി ഫ്രഷ് ആയിട്ട് വന്നതാട്ടോ. നല്ല കാറ്റ്, അടിപൊളി. നല്ല ബാക്ക്ഗ്രൗണ്ട്സ് സൂം ആവില്ല. രണ്ട് പുതിയ ആടിപ്പാടി ഡാൻസ് കളിച്ച് പോവാണ്. നടക്കുമ്പോ ക്രിസ്റ്റൽസ് ആണ്. ലുസൈലല്ല ആണ്. ലുസൈലാണോ? അതിന്റെ അപ്പുറത്തുള്ളത് അപ്പുറത്തുള്ള ലുസൈലാണ് ഗൈസ്. ഞാൻ പറയാം, അത് കണക്റ്റഡ് ആണ് ഇവിടെ. അവിടെ ലുസൈലും ഇവിടെയൊക്കെ മനസ്സിന്റെ കൈ പിടിച്ചിരിക്ക. വീഴാത്ത ഭാഗ്യം. നമ്മളിപ്പോ ബീച്ചിലോട്ട് പോവാന്നാണ് പറയുന്നത്, സീ കാണാൻ. അവര് പറഞ്ഞു നമ്മളിപ്പോ എന്തായാലും എൻഡിലെത്തി. കുറച്ച് നടന്നിട്ട് അതാണ് ബീച്ച്. നമ്മള് ബീച്ചിൽ പോണ ക്യാൻസൽ ആയിരിക്കുന്നത്. ബിക്കോസ് അവിടെ എന്തോ കൺസ്ട്രക്ഷൻ പണി നടക്കണമെന്നാണ് പറയുന്നത്. അറിയില്ല, നമ്മൾ വിചാരിച്ചു രാത്രി ആയ കാരണമാണ് ബീച്ചിൽ വിടാത്തതെന്ന്. ബട്ട് അല്ല, കൺസ്ട്രക്ഷൻ നടക്കുന്നു. ഓക്കെ, വേറെ എവിടെയെങ്കിലും പോകാം. നടക്ക്. ബീച്ച് സൈഡ്. ഓ, അടിപൊളി. നല്ലൊരു വ്യൂ ആണ്. അതന്നെ നോക്ക്. നമ്മളിപ്പോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇരിക്കായിരുന്നല്ല, അതിനുള്ള ബിസിയിലായിരുന്നു. മനസ്സോ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ആംബിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതൊക്കെ നോക്ക്.
നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അതാണ് കുറേ കാര്യങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ വരുന്നത്. അവിടുന്ന് അമ്മ ഹായ് കാണിക്കാനുണ്ട്. ബോട്ടിന് ഇവിടെ 200 റിയാൽ എന്നാണ് പറയുന്നത് കേട്ടോ. 25 മിനിറ്റ്സ് 200. 10 പീപ്പിൾസിന് ഒരാൾക്കാണെങ്കിലും 200 എന്നാണ് പറയുന്നത്. യെസ്, ഈ ചെടികളുടെ ഇടയിലെല്ലാം സ്പീക്കർ വെച്ചിരിക്കാട്ടോ. കാരണം എന്താ വെച്ചാല് മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ അതിൽ കേൾക്കും. അപ്പം അതിൻ്റെ അടിയിലെല്ലാം സ്പീക്കേഴ്സ് വെച്ചിരിക്കാം. സോ ഗായ്സ്, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി സെന്റ് സെബാസ്റ്റ്യൻ കേക്ക് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കുറേ കണ്ടിട്ടോ, അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ്സ് ആണ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ ഫോട്ടോസ് എടുത്ത് കേട്ടോ. അതായിരുന്നു മെയിൻ അവിടെ നടന്നത്. പിന്നെ നമുക്കിനി കേക്ക് കഴിക്കണമെന്നുണ്ട്. അത് ലൊക്കേഷൻ ഒക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് ഇനി കാണാം. ഗൈസ്, നമ്മളപ്പോ സെന്റ് സെബാസ്റ്റ്യൻ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അത് അവിടെ ഉണ്ടോന്നൊന്നും അറിയില്ല. റേറ്റ് എങ്ങനെയാന്ന് അറിയില്ല. കൺസെപ്റ്റ് ചെയ്യാം. കോഫി സംതിങ് ആണ് നമ്മൾ തമ്മിലുള്ളത്. Where is Maya? നമുക്ക് ചോദിച്ചു പോവാം. ഗറാഫ Maya. Maya. മിണ്ടായ മതിയായിരുന്നു. സെന്റ് സെബാസ്റ്റ്യൻ 50 റിയാലായിരുന്നു. നല്ല റേറ്റ്. പിസ്ത സംതിങ് എന്തോ 42 റിയാൽ. ഞാൻ സ്ട്രോബെറി ഡിപ്പിന് 12 റിയാൽ. നോക്കാം, വന്നിട്ട് കാണാം. ക്ഷമൊന്നുമില്ല. എന്റെ വീട്ടിൽ സ്വപ്നം കഴിക്കുന്നത് നമ്മളപ്പം ചോക്ലേറ്റ് ഫുള്ളും വെച്ച് അടിപൊളി ചോക്ലേറ്റ് കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും പറയാനില്ല. ഫസ്റ്റ് ടൈം ട്രൈ ആയിരുന്നു. അടിപൊളി കേക്ക്. ഒറിജിനൽ ഇസ്താംബുളിൽ കിട്ടുന്ന പോലെ തന്നെ ഒറിജിനൽ അടിപൊളി. വെറുത്തിട്ടാട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. കാരണം ഫോണിലാകെ 5 or 4 ഉള്ളൂ ചാർജ്. സോ ഇത്രയും തന്നെ ഉള്ളൂ. നമ്മൾ ഇനി വീട്ടിലേക്ക് തന്നെ പോകുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോകും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വേറെ വീഡിയോ സൂൺലി. ഓക്കെ, ബൈ.